ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളെ പുതിയൊരു മരം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ജബോട്ടിക്കാവ അല്ലെങ്കിൽ മരമുന്തിരി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മരത്തെപ്പറ്റി പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. മരം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മൾ കാഴ്ചയിൽ എപ്പോഴും കാണുന്നത് വളരെ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. നമ്മൾ മരമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അധികം ആൾക്കാരുടെ അടുത്തൊന്നും. എപ്പോഴും ഒരു കുറ്റിച്ചെടി, മാക്സിമം ഒരു 10 അടിയൊക്കെ വലുപ്പമുള്ള മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ അടുത്തുള്ളത് ഇപ്പം എസ്കാർലറ്റും സബാറയും വെറൈറ്റിയാണ്. അതിൽ സബാറ കായ്ച്ചിട്ടില്ല. സബാറ സമയമെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എസ്കാർലറ്റ് വെറൈറ്റിയെ പറ്റി ആണ് എൻ്റെ കയ്യിലുള്ളത്. എസ്കാർലറ്റ് വെറൈറ്റിയാണ്, അതാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മീനച്ചിലാറിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മുടെ പാലായ്ക്കടുത്തുള്ള ചേർപ്പങ്ക പാലമാണ്. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് മരമുന്തിരി നന്നായിട്ട് കാഴ്ച കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങളെ അതെല്ലാം ആ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മരമുന്തിരിയുടെ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. മരമുന്തിരി മരം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്ക്. ഇതാണ് എൻ്റെ എസ്കാർലറ്റ് വെറൈറ്റി പെട്ട മരം. ഇത്രയും പൊക്കമുള്ളൂ, മാക്സിമം പൊക്കം ഇത്രയും വരുന്നത്. അതായത് ഏകദേശം ഒരു 6 അടി അടുത്തൊക്കെ വരുന്നത്. 6-7 അടിയൊക്കെ മാക്സിമം അത്രയൊക്കെ വരുന്നുള്ളൂ. ഇതിൻ്റെ ചെറിയൊരു മറ്റേ സബാറ വെറൈറ്റി പെട്ട ചെറിയൊരു ചെടിയും കൂടെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതുണ്ടോ, ഈ സ്കാർലറ്റിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതാണ്, അതേസമയം സബാറയുടെ ഇല എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇത് തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ സബാറ വർഷങ്ങളെടുത്ത് നന്നായിട്ട് കായ്ക്കുന്ന ഒരു മരമാണ്. സ്കാർലറ്റ് പക്ഷെ പെട്ടെന്ന് കായ്ക്കും, നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രിക്കോസി എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്, അതും നന്നായിട്ട് കായ്ക്കുന്നതാണ്. എൻ്റെ കയ്യിൽ പ്രിക്കോസി ഇല്ല, എൻ്റെ കയ്യിലുള്ളത് എസ്കാർലറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഏറ്റവും കുറച്ച് 5-6 വർഷമായി ഇതിപ്പം നട്ടിട്ട്. ആദ്യമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ വാങ്ങി വെച്ചതാണ്. അത് കഴിഞ്ഞ് ഇത് 3-ാം വർഷം കായ്ച്ചപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഇതിൻ്റെ അകത്ത് മുന്തിരിക്കല പോലെ ഇങ്ങനെ കാഴ്ച കിടക്കും. അത് ഇതിൻ്റെ അകത്ത് ഈ എസ്കാർലറ്റ് വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചുമല നിറമാവും. അത് പഴുത്ത് കഴിയുമ്പോൾ ഡാർക്ക് ചുവപ്പിലോട്ട് പോകും നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ. അതിന് മുമ്പ് ഒരു പച്ച നിറം വരും. ആദ്യം ഒരു വെള്ളപ്പൂവ് ഉണ്ടാവും ഇതിൽ, അതിനുശേഷം ഒരു പച്ച നിറത്തിലുള്ള കായ്കൾ, കുഞ്ഞു കായ്കളും ഉണ്ടാവും. അത് കൊല പോലെ ഉണ്ടാവും, സിംഗിളായിട്ടും ഉണ്ടാകാം. അത് പല രീതിയിലാണ്. അപ്പോൾ അത്രയും ഉണ്ടായതിനു ശേഷം പിന്നീട് അത് പച്ച നിറത്തിൽ നിന്ന് മാറി ചുവപ്പ് ചെറുതായിട്ട് വന്ന് പിന്നെ നല്ല കട്ട ചുവപ്പാവും. അതാണ് ഇതിൻ്റെ ഈ കായ്കളുടെ ഒരു പ്രത്യേകത. അപ്പം ഈ കായ്കൾ നല്ല മധുരമാണ്, മുന്തിരി പോലെ തന്നെയാണ്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ചിലതിൻ്റെ അകത്തൊക്കെ നല്ല വലിയ കുരു കാണും, ചിലതിൻ്റെ അകത്ത് ചെറിയ കമ്പാരിറ്റീവ്ലി ചെറിയ എന്ന് വെച്ചാൽ മുന്തിരിയുടെ കുരുവിനോട് ഏകദേശം അതിനേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും ചിലപ്പം. പക്ഷേ ഇതിൻ്റെ തൊലിക്ക് മുന്തിരിയുടെ പോലെ തന്നെ ഒരു ചമർപ്പുണ്ട്. അപ്പം നമ്മളിത് കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്ലഷ് ഞെക്കി, അതായത് ജസ്റ്റ് കുന്തിരി കഴിക്കുന്ന പോലെ ഫ്ലഷ് ആ തൊലിയിൽ നിന്ന് ഞെക്കി അകത്തോട്ട് ഇട്ടിട്ട് വായിക്കകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ കുരു തുപ്പി കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഫ്ലഷും കളഞ്ഞ് എന്താ പറയുക, ആ തൊലിയും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല മുന്തിരി പോലെ തന്നെ കഴിക്കാം, സ്വാദിഷ്ടമാണ്. അതേസമയം നമ്മൾ മൊത്തത്തോടെ തൊലിയും ആ കായും കൂടെ മൊത്തത്തോടെ കഴിക്കുമ്പോൾ ആ തൊലിക്കൊരു ചവർപ്പുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് നല്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഓൾ സീസണാണ്. എല്ലാ സമയത്തും ഇതിൻ്റെ അകത്ത് കായുണ്ട്. അത് ഭയങ്കര ഒരു അട്രാക്റ്റീവാണ്. നമുക്ക് ആൾക്കാർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. കാരണം ഇത്രയും പൂക്കളും ഇത്രയും കായ്കളും ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം മനോഹരമാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സബാറ വെറൈറ്റി ഞാൻ നട്ടിട്ടുണ്ട്, വർഷങ്ങൾ എടുത്തേക്കാം എന്നിരുന്നാലും. പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. ഈ ഒരു പ്ലാന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റാണ്. അതുകൊണ്ടാണ് ഞാനിത് സബാറയും കൂടെ വാങ്ങിച്ച് വെച്ചത്. കാരണം സബാറയുടെ ഒത്തിരി നല്ല, നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തൊക്കെ കാണുന്ന ഞാൻ പറഞ്ഞിരുന്നു, വീഡിയോയ്ക്കകത്തൊക്കെ കാണുന്ന ഒരു കുറേ കറുത്ത നിറത്തിൽ കാഴ്ച കിടക്കുന്നത് സബാറയുടെ പഴങ്ങളാണ്. അത് വലുതാകുമ്പോൾ കായ്ക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ മുമ്പത്തെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലത്തെ ശിഖരങ്ങൾ ഞാനിങ്ങനെ വെട്ടി ഇതിൻ്റെ തടിയിലാണ് കായ്ക്കുന്നത് കൂടുതലും. അറ്റത്ത് തുഞ്ചത്തായിട്ട് കായ്ക്കുന്നില്ല. തടി ഭാഗത്ത് നല്ല എന്താ പറയുക, വണ്ണം വെച്ച തടി ഭാഗത്താണ് ഇത് കൂടുതലും കായ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ താഴത്തോട്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ വരുന്ന കട്ട് ചെയ്ത് തടി ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചപ്പം അങ്ങനെ വെട്ടിക്കളഞ്ഞതിനേക്കാളും കൂടുതൽ ബ്രാഞ്ചുകളുടെ ഇടയിൽ കായ്ക്കാൻ, ഒളിച്ചിരുന്ന് കായ്ക്കുന്ന ടൈപ്പാണിതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിലും തോന്നിയതാണ്, ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല, പക്ഷേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അതായത് ബ്രാഞ്ചുകളുടെ ഇടയിൽ ഒളിഞ്ഞിരുന്ന് കായ്ക്കാനാണ് ഇത് താല്പര്യപ്പെടുന്നത്. അതായത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അങ്ങ് കായ്ക്കാൻ താല്പര്യമില്ല. പിന്നെയും അവിടെ ബ്രാഞ്ചുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്.
പിന്നെ നമ്മൾ എപ്പോഴും ഇരുന്ന് വെട്ടിക്കൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ വെട്ടാതിരുന്ന് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചുകൾ വന്ന് മൂടി അതിൻ്റെ ഇടയ്ക്ക് തടിയെ തന്നെ ഇഷ്ടംപോലെ കായ്ക്കുന്നുമുണ്ട്. അപ്പം ബ്രാഞ്ചായിട്ട് നിർത്തണം. ഒരു ബ്രാഞ്ച് വലിയ പടർത്താതെ നിർത്താൻ നമുക്ക് പറ്റും. ബ്രാഞ്ചായിട്ട് ഒറ്റ തടിയായിട്ട് തന്നെ നമുക്ക് പോകാം. എന്നിട്ട് ബ്രാഞ്ചുകൾ കോതി നമ്മളൊരു തടി സ്ട്രക്ചർ ചെയ്ത് എടുത്തിട്ട് അതിന് പിന്നെ വരുന്ന ബ്രാഞ്ചുകൾ ചെറിയ ബ്രാഞ്ചുകളെ വളരാൻ അങ്ങ് അനുവദിക്കുക. അപ്പം അതിനിടയ്ക്ക് കിടന്ന് നന്നായിട്ട് കായ്ച്ചോളും. അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യം അങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങോട്ട് പോയിക്കുക. ഇത് കായ്കൾ കിടപ്പുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അതായത് ചുമന്ന കായകൾ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൂക്കളുണ്ട്, ചെറിയ കായകളുണ്ട്, വേറെ പൂ വരുന്നുണ്ട്, പൂ മാറി എന്താ പറയുക കായാകുന്ന സ്റ്റേജുണ്ട്, പൂമൊട്ടുകൾ വിരിയുന്ന സ്റ്റേജുണ്ട്. പല സ്റ്റേജിലുള്ള സംഭവങ്ങൾ ഒരേ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓൾ സീസണാണ്. എപ്പോഴും തന്നെ ഇതിൽ കായുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇത് എന്താ പറയുക വ്യവസായിക അടിസ്ഥാനത്തിലൊക്കെ ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അധികം ദിവസം ഇരിക്കുമെന്ന് സംശയമുണ്ട്. അത്ര ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചുങ്ങിപ്പോയി ഒരു ചുക്കി ചൊളിഞ്ഞ് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഷെൽഫ് ലൈഫ് കുറവാണ്. അപ്പം വ്യാവസായിക അടിസ്ഥാനത്തിൽ എത്രത്തോളം പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെറുതുണ്ട്. ഇത് തന്നെ ചെറിയൊരു പ്ലാന്റാണ്. എന്ന് വെച്ചാൽ മരം എന്ന് പറഞ്ഞാലും ചെറിയൊരു മരമാണിത്. അപ്പോൾ തന്നെ എന്താ പറയുക നമുക്കിത് ചട്ടികളിൽ വളർത്താം. അതുപോലെ ഡ്രമ്മുകളിൽ ചട്ടികളിലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ വീടിൻ്റെ മെയിൻ റോഡിൽ നിന്ന് വീട്ടിലോട്ട് നല്ല രീതിയിലൊരു വഴിയുണ്ട്. ആ വഴിയുടെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് പൂക്കളിനേക്കാളും താല്പര്യം കായ്ക്കുന്ന പഴങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചട്ടികളിലാക്കി വെക്കാം. ചട്ടികളിലാക്കി നിരനിരയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ള പഴവും കിട്ടും. അടുത്തുള്ള ആളുകൾക്കും ബന്ധുക്കാർക്കും ഒക്കെ കൊടുക്കാനുള്ള പഴങ്ങളും കിട്ടും. അത്യാവശ്യം നല്ല രീതിയിൽ കാണാനും അതായത് കയറി വരുന്ന ആളുകൾക്ക് കാണാൻ നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരിക്കും അത്. കണ്ണിറച്ചിത് കാഴ്ച കിടക്കുന്നത്. അപ്പോഴും വെക്കുന്നവർക്ക് ഇത് കളക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മാറിയ ഒരു സബാറ ഇനത്തിൽപ്പെട്ട തൈയും കൂടെ നിങ്ങൾ വളർത്തിയെടുക്കണം. കാരണം അത് നല്ല തൈയാണ്. സബാറ നല്ലൊരു ഇനമാണ്. പക്ഷെ അത് കായ്ക്കാനുള്ള സമയം എടുക്കുന്നതുകൊണ്ട് പലരും വെക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സബാറ എവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ സബാറ ഇനത്തിൽപ്പെട്ട ജപ്പോട്ടിക്ക അല്ലെങ്കിൽ മരമുന്തിരി എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ അടിവശത്ത് വന്ന കുറേ ബ്രാഞ്ചുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലും പിന്നെ വന്ന കുറച്ച് എന്താണെന്ന് വെച്ചാൽ ചോട് തൊട്ടേ ഇത് നല്ല ബ്രാഞ്ചായിട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് സബാറയുടെ അല്ല കേട്ടോ, ഇത് വേറെ വള്ളിച്ചെടിയാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ തടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ തടി എന്ന് പറയുന്നത് നന്നായിട്ട് എന്താ പറയുക വരുമ്പോൾ തന്നെ ഇവിടെയുള്ള ഇതുണ്ട് ഈ ബ്രാഞ്ചുകൾ, ഇവിടെയൊക്കെ ബ്രാഞ്ച് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ചോട് തൊട്ടേ ബ്രാഞ്ച് പൊട്ടും. അപ്പോൾ ഞാൻ അതെല്ലാം ഇങ്ങനെ വെട്ടി കളഞ്ഞ് ഇത്രയും ഒരു എന്താ പറയുക പ്യുവർ ഫോമിലൊരു തടിയായിട്ട് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ഈ തടിയാൽ ഇങ്ങനെ കാഴ്ച കിടക്കുന്നത് വീഡിയോ കാണുമ്പോൾ അതുപോലെ ആക്കിയെടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. പക്ഷേ എനിക്ക് എസ്കാർലറ്റിൽ അനുഭവപ്പെട്ടത് ഇതുപോലത്തെ ബ്രാഞ്ചുകൾ പൊട്ടി ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കായ്ക്കാനായി ഇത് കൂടുതലും താല്പര്യപ്പെടുന്നതെന്ന് എനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിൽ കൊമ്പ് കൊതിയിട്ടില്ല, ബ്രാഞ്ച് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങ് വിട്ടേക്കും. എന്നാലും ഒരു ഷേപ്പിൽ വരുന്നുണ്ട്. ഇതിങ്ങനെ അത്യാവശ്യം ഒരു 3 അടി പൊക്കമായിട്ടുണ്ട്. ഇപ്പം പെട്ടെന്ന് വളർച്ചയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് നമ്മൾ അടിയത്തോട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ മുകളിലോട്ട് പൊങ്ങി പോകുന്നുണ്ട്, പെട്ടെന്ന് അത് വളർന്ന് കയറുന്നുണ്ട്. അങ്ങനെ ഒരു ഗുണം ഇതിന് കാണുന്നുണ്ട്. അത്യാവശ്യം ഒരുപാട് വെള്ളമൊന്നും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണത്. വെള്ളമൊക്കെ നന്നായിട്ട് വേണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ ഒത്തിരി വെള്ളം വേണമായിട്ട് തോന്നിയിട്ടില്ല ഇതിനെ. ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ഇതിൻ്റെ ഇല കണ്ടോ, നല്ല കുഞ്ഞ ഇലയാണ് ഇതിൻ്റെ. ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്, അവിടെയാണ് നമ്മുടെ എസ്കാർലറ്റ് വെറൈറ്റി നിൽക്കുന്നത്. ഇതാണ് എസ്കാർലറ്റിൻ്റെ നമുക്ക് കാണുന്നത്. എസ്കാർലറ്റിൻ്റെ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കാഴ്ച കിടപ്പുണ്ട്. അത് കണ്ടോ, നല്ല ചുമന്ന തൊടുത്ത ഇപ്പം രാവിലെ മഴ പെയ്തായിരുന്നു, മഴവെള്ളമൊക്കെ വീണ് നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പൂ വരുന്നത്. അത് വെള്ളപ്പൂവാണ്. അത് പോളിനേഷന് ശേഷം പൊഴിഞ്ഞു പോകും. വേറെ ആൺമരത്തിനൊന്നും ആവശ്യം വരുന്നില്ല. ഇതുണ്ടോ, ഇതുപോലെ ഒളിച്ചിരുന്ന് കായ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യമാണ്. ഞാനിതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ബ്രാഞ്ച് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിത് എന്താ പറയുക ഈ ബ്രാഞ്ചുകൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. കുറച്ചുകൂടെ ക്ലിയറായിട്ട് ഈ കായകൾ കാണാൻ വേണ്ടി
ഞാൻ ചെയ്തതുണ്ട്. ഇതിനകത്ത് പൂമൊട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ പുതിയ മുട്ടുകൾ ഉണ്ടായി വരുന്നുണ്ട്. മുട്ടുകളുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, മുട്ടുകൾ പൂവായി ഇപ്പോൾ വിരിയാൻ തുടങ്ങുന്നുമുണ്ട്, ഒരു കായ്കളുണ്ട് നിറച്ച്. എല്ലാം കൂടെ ചേർന്നൊരു ഒരേ സമയത്ത് നമുക്കിതെല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ നല്ല റെഡ് കളറിലോട്ട് മാറും. പഴുക്കുന്നതിന് മുമ്പ് ഒരു പച്ച കളർ വന്നിട്ട്, ഒരു കടും പച്ച വന്നിട്ട്, പിന്നെ അത് ഇളം പച്ചയായി, പിന്നെ അതിൻ്റെ തൊലി ഇത്തിരി മിനുസപ്പെട്ട് പച്ചയായിട്ട് വരും. അതിന് ശേഷം ആ പച്ച മാറി നമ്മുടെ ഒരു ചുമല നിറത്തിലോട്ട് വരും, പിന്നെ ഒരു ഡാർക്ക് ചുവപ്പ്, നല്ല കട്ട ചുവപ്പിലോട്ട് വരും. അതാണ് ഇതിൻ്റെ ഈ മരത്തിൻ്റെ പ്രത്യേകത. ഇത് എസ്കാർലറ്റ് വെറൈറ്റിയാണ്. ഇത് എനിക്ക് 3 വർഷം കൊണ്ട് കാഴ്ച കിട്ടിയതാണ് കറക്റ്റ്. ഇപ്പോൾ ഒരു 6 കൊല്ലം അടുത്തായിട്ടുണ്ട്. ഞാനിത് പറിക്കുവാണ്. ഇപ്പം നിങ്ങളുടെ അനുവാദത്തോടു കൂടി തന്നെ ഇത് പറിക്കുവാണ്. അപ്പം നന്നായിട്ട് പഴുത്ത ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടോ, നല്ല ചുമന്ന് നല്ല കരിഞ്ഞ് ചുമലയായിട്ടുണ്ട്. അപ്പം അത് ഇതാണ് അതിൻ്റെ കുരു വരുന്നത്. കുരു അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. നമുക്ക് ഫ്രഷ് നല്ല മധുരമുണ്ട്. അപ്പം ഇതിന് തൊലിക്ക് ഞാൻ പറഞ്ഞ പോലെ ചവർപ്പുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഉള്ളിലെ ഫ്ലഷ് നല്ല മധുരമുള്ള ഫ്ലഷാണ്. വീഡിയോ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഞാനിത് പറിക്കാതെ വെച്ചേക്കുമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇത് പറിച്ചെടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെയും വലയിട്ട് സൂക്ഷിക്കണം. പറിക്കാതിരുന്ന് കഴിഞ്ഞാൽ കിളികളെല്ലാം കൊത്തിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം കിളികൾ, നമ്മുടെ നാട്ടിലെ കിളികൾ ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ കൊത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് ബാക്കി ഉണ്ടാകത്തില്ല. അത് 100% ഉറപ്പാണ്. അപ്പം നമുക്കിതെല്ലാം പറിച്ചെടുക്കാം. ഇതിനകത്ത് അത്യാവശ്യം ഈ പച്ച കളർന്ന ചുവപ്പ് ഞാൻ പറിക്കുന്നുണ്ട്, കാരണം അതും പഴുത്തത് തന്നെയാണ്, മധുരം ഉണ്ടാവും അതിനും. തീരെ പച്ചയായതുള്ളത് മാത്രമേ ഞാൻ പറിക്കാതിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ പറിച്ചെടുക്കുവാണ്. ഇതിനകത്ത് പറിക്കുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം, കാരണം ഇവിടെയെല്ലാം ഈ തടിയെ തന്നെ പൂക്കളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ പറിക്കുമ്പോൾ അത് അറിയാതെ കൈ തട്ടി പൂക്കൾ പോയി കഴിഞ്ഞാൽ, പൂവിൻ്റെ കൊലകൾ പോയി കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമാണ്. ഒരു പച്ച കിട്ടി കുഴപ്പമില്ല, പക്ഷേ ചുവപ്പ് കയറുന്നുണ്ട്, മധുരം ഉണ്ടാവും അതിനും. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറിച്ചെടുക്കുവാണ്. കാകൾ നന്നായിട്ടുണ്ട്. ചെറിയ പച്ച കളറുന്നതൊക്കെ നമ്മൾ പറിക്കുവാണ്. കാരണം വെച്ചാൽ നിർത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പഴുക്കും. അതതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മളിപ്പോൾ നിർത്തുവാണ്, ഇന്ന് വൈകിട്ടാകുമ്പോഴേക്കും ഇത് ഈ പച്ച കളർന്നതെല്ലാം കൂടെ നല്ല റെഡാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് ഫുള്ള് പറിച്ചെടുക്കുവാണ്. ഇനിയും കായ്കൾ ഉണ്ടായി വരുന്നുണ്ട്, പൂക്കളും കായ്കളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ ചെറിയ പച്ചയൊക്കെ ഉണ്ട്, പക്ഷേ എന്നിരുന്നാൽ കൂടി കുഴപ്പമില്ല. നമുക്ക് ഇത്രയും പഴങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിൽ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയുള്ള അത്യാവശ്യം വീട്ടുകാർക്കുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ഇഷ്ടംപോലെ ഇനി പൂവും കായും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി വന്നോളും. ഇനി ഇപ്പം നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ വലയിട്ട് സൂക്ഷിച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് വലയിടേണ്ടി വരുന്നില്ല, കാരണം ഇതിൻ്റെ അകത്ത് ചെറിയ കായൊന്നും അങ്ങനെ കിളി കൊത്തുന്നില്ല. അത് ഇനി പഴുത്ത് തുടങ്ങുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക്, ഒരു 3-4 ദിവസത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാഴ്ചയൊക്കെ എടുക്കും ഇതൊന്ന് ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആയി വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാം പറിച്ചതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച് വലയിട്ട് സൂക്ഷിച്ചതിന് ശേഷം കുറച്ച് പറിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം കുറച്ച് പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ച് നമ്മൾ അടുത്തത് നമ്മളവിടെ നിർത്തുന്നു. ബാക്കി ആവശ്യം വരുമ്പോൾ നമ്മൾ ബാക്കി പറിക്കുന്നു. അങ്ങനെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം ഞാനിതിപ്പോൾ എല്ലാം കൂടെ അങ്ങ് പറിച്ചെടുത്തതേ ഉള്ളൂ. അപ്പം കുറച്ചാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കായ ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതിൻ്റെ അകത്ത് അകം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നന്നായിട്ട് അത്യാവശ്യം പഴുത്ത പറഞ്ഞാൽ തന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല റെഡ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകം കണ്ടോ, ഇതിൻ്റെ അകം ഇതാണ്. നിങ്ങൾക്ക് കണ്ട അകം ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ നല്ല മധുരവെള്ളവും നല്ല മുന്തിരിങ്ങ പോലെ തന്നെയാണ് നമുക്ക് അകം വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുരുവുണ്ട്, അതിൻ്റെ അകത്ത് ഈ ഫ്ലഷ് ഇതെല്ലാം നമുക്ക് ഈ തൊലി കളഞ്ഞിട്ട് ഈ ഫ്ലഷ് മാത്രം കഴിച്ചാൽ മതി. ഇത് ചെറിയൊരു കായ, അതിൻ്റെ പോലെ ഇത്രയും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ്. കുരു തുപ്പി കളഞ്ഞാൽ മതി. തൊലി തിന്നാൻ കേട്ടോ, ഒരു പുളിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കഴിക്കാവുന്നേ ഉള്ളൂ. മരമുന്തിരി നന്നായിട്ട്
വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഡ്രമ്മുകളിലും ചട്ടിക്കകത്തും വെക്കുമ്പോൾ നമുക്ക് ഒരു കെയർ വേണം. മണ്ണിൽ വെക്കുമ്പോൾ നമുക്ക് അത്രയും കെയറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാറേ ഇല്ല ഇതിന്. വെള്ളം ഒഴിക്കാറില്ല, വളവും അങ്ങനെ തന്നെ ഇടാറില്ല. പിന്നെ ഇടയ്ക്ക് ഇവിടെ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കുമ്പോൾ കുറച്ച് അതിൻ്റെ ഞാനൊരു സ്ലറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വീട്ടിലെ പച്ചക്കറി അവശിഷ്ടങ്ങളൊക്കെ വെച്ച് സ്ലറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം കുറച്ച് ഒഴിക്കും എന്നല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊരു വളവോ കാര്യങ്ങളോ ഒന്നും ഇതിന് ചെയ്യുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് കായ്ഫലം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കായ്ഫലം ഉണ്ടാവും. ഇതുപോലെ ചട്ടിക്കകത്ത് നടുമ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കാനും ഇതിൻ്റെ പരിചരണത്തിന് നിങ്ങൾ സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ നടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് കാരണം ഇതിൻ്റെ തൈകൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്. ഇപ്പോൾ പോലും 500, 1000 ആ റേഞ്ചിലൊക്കെ തൈകൾക്ക് വില വരുന്നുണ്ട്. 1000-ന് മുകളിലോട്ടൊക്കെയാണ് നല്ല അത്യാവശ്യം നഴ്സറികളിലൊക്കെ വാങ്ങുന്നത്. ഞാനിത് അന്ന് വാങ്ങിയത് 2000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ തൈയാണ്. ഹോം ഗ്രൗണ്ടിന് ഞാൻ അന്ന് 2000 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഇതിനോടുള്ള പാഷൻ നമുക്കുണ്ട്. ഈ തൈ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു പാഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളിത് വാങ്ങി വെച്ചത്. അന്നിപ്പം വേറൊരു ചെറിയൊരു മരം ഇവിടെ ഉണ്ടായിരുന്നത് വെട്ടി മാറ്റിയിട്ട് ഇവിടെ ഒരു തണൽ ഒരുക്കി. ഇപ്പം ആ മരം വിറ്റ പൈസ കൊണ്ടാണ് ഇതും പിന്നെ കുറച്ച് പ്ലാന്റ്സും കൂടെ ഞാൻ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം 2000 രൂപയ്ക്ക് അങ്ങനെ ഒരു തൈ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം നമുക്ക് വേറൊരു രീതിയിൽ പണം അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പം നമ്മളിത് നേടിയെടുത്തു. നമുക്ക് ഇതിൻ്റെ അകത്ത് തൈ വിൽക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എന്തുകൊണ്ട് അത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒത്തിരി ആനന്ദമുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ലെയർ ചെയ്തോ കുരുമുളച്ചോ ഒക്കെ നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അത് നമുക്കൊരു സാധ്യത ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തൈ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ, തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് കാഴ്ച കിടക്കുന്ന ബ്രാഞ്ചസ് ഉണ്ട്, ചെറിയ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ചെറിയ ബ്രാഞ്ചസിൻ്റെ അടിയിൽ ലെയർ ചെയ്ത് നല്ല തൈകൾ ഉണ്ടാക്കുവാണെങ്കിൽ നന്നായിട്ട് അത് പിന്നീട് പെട്ടെന്ന് കായ്ക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ചെറിയ ബ്രാഞ്ചുകൾ വന്നിട്ട് അതേ കാഴ്ച കിടപ്പുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ ലെയർ ചെയ്ത് നല്ല രീതിയിൽ തൈയാക്കി എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കർഷകർക്ക് എത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് കാഴ്ച കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം തൈകളും ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കത് ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു തൈയിൽ തന്നെ നമുക്ക് എന്താ പറയുക 1000, 500 ഒക്കെ ഇപ്പോൾ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അപ്പം നമുക്കതിനനുസരിച്ച് ന്യായമായ ഒരു റേറ്റ് ഇട്ട് നമുക്ക് വിൽക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ അറേഞ്ച് ചെയ്ത് ഇവിടെ തൈകളൊക്കെ വാങ്ങി വെക്കുക. കാരണം നല്ലൊരു പ്ലാന്റാണ്. എന്ന് വെച്ചാൽ എപ്പോഴും കായകളുള്ളത് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത. മിക്ക സമയത്തും കായകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും താങ്ക് യു. നമസ്കാരം.